അമേരിക്കയിൽ തുടർച്ചയായി ചില സർവേ ഫലങ്ങൾ വരികയാണ്. അത് ട്രംപുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയിലെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശമായ ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന രീതിയിലാണ് ആ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ട്രംപിനെ ഇത്രയും താഴ്ന്ന നിലയിൽ ഈ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്? അദ്ദേഹം പറയുകയാണ്, അമേരിക്കയാണ് ഫസ്റ്റ്, ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യും, ആക്രമിക്കാൻ ഇറങ്ങുന്നു, പല നേതാക്കളെയും വിദേശ രാജ്യങ്ങളെ നേതാക്കളെ പിടിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ടും അമേരിക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. ഈ ലോകരാജ്യങ്ങളിൽ അമേരിക്കയാണ് നമ്പർ 1 എന്ന് നമ്മൾ പല മേഖലകളിലെ പ്രവർത്തനങ്ങൾ വെച്ചും പറയാറുണ്ട്. അതിലേറ്റവും നമ്മൾക്ക് പ്രസക്തമായി പറയാവുന്നത് അവിടുത്തെ അവർ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച പ്രസിഡന്റ് ആണെങ്കിലും ചെയ്യുന്ന പ്രവർത്തികൾ മാത്രം നോക്കി അഭിപ്രായം പറയുന്നവരാണ് അമേരിക്ക. ശരിയാണ് പറയുന്നത് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ പറയും. അതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് പഴയ ബിൽ ക്ലിൻ്റൺ, മോണിക്ക സെലക്സി ആയിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് കള്ളം പറഞ്ഞു. അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് എന്തിനു കള്ളം പറഞ്ഞു? അത് സത്യമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പരാതിയില്ലല്ലോ. കള്ളം പറയുന്നതിന് ഒരു പ്രസിഡന്റ് പുറത്തു പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെയല്ലേ അവർ മറ്റു പല കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മളുടെ സംസ്കാരവുമായിട്ടൊക്കെ കൂട്ടി യോജിച്ച് നോക്കുമ്പോൾ നമ്മൾ പറയും അവരുടെ സംസ്കാരമൊന്നും ശരിയല്ല. പക്ഷേ ഈ ഭാഗം നോക്കൂ, സത്യമേവ ജയതേ എന്നൊക്കെയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ആപ്തവാക്യം. പക്ഷേ നമ്മളത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല. അമേരിക്കക്കാരത് പ്രാവർത്തികമാക്കുന്നു. അതിൻ്റെ മറ്റൊരു തെളിവാണിത്. നമ്മളിപ്പോൾ ഓരോന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണമല്ലോ വിലയിരുത്താൻ. അവർ തന്നെ തിരഞ്ഞെടുത്ത പ്രസിഡന്റിൻ്റെ 2 വർഷമാകാൻ പോകുന്നതേ ഉള്ളൂ. അതായത് നേർപകുതി കാലാവധി ആകാൻ പോകുന്നതേ ഉള്ളൂ. അതിനിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ 53% പേർ, പകുതിയിലധികം പേരും അദ്ദേഹം ഇന്നുവരെ ഉണ്ടായ അമേരിക്കൻ പ്രസിഡന്റുമാരിലെ ഏറ്റവും പരാജിതനാണ് എന്ന് സത്യസന്ധമായിട്ടാണ് വിലയിരുത്തിയത്. അത് പലയിടത്തും ദേശീയത പറയുമ്പോൾ നമ്മളുടെ പ്രസിഡന്റിനെ നമ്മൾ മോശക്കാരനാണെന്ന് പറയുന്നത് ശരിയാണോ? നമ്മുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ മറ്റൊരു രാജ്യത്തെ എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഈ ദേശീയത എന്നുള്ള ഒരു വാക്കിനെ കയറി പിടിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തും. സാർവദേശീയതയിലും ലോകം മുഴുവൻ ഒരൊറ്റ സ്റ്റേറ്റാണ് എന്നൊക്കെയുള്ള സങ്കല്പമുള്ളവർക്ക് ആ പ്രശ്നമില്ല. അപ്പം ഈ ദേശീയത എന്ന് പറയുന്നതിനെ പോലും ഒരു പരിധിക്കപ്പുറം ദേശീയത ആപത്താണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ദേശീയത അമേരിക്കക്കാരിപ്പോൾ എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഈ 53% പേര് ഈ അഭിപ്രായം പറയൂ. അവരെല്ലാം രാജ്യദ്രോഹികളാവില്ലേ, രാജ്യവിരുദ്ധരാകില്ലേ? പക്ഷേ അവിടെയാണ് അവരുടെ സംസ്കാരം, കൾച്ചർ. അല്ല, ഇത് ഇദ്ദേഹത്തിന്റെ ഈ ഫാസിസ്റ്റ് നിലപാടാണോ? ഈ വെനിസ്വേല ആക്രമിക്കുന്നു, ഇറാൻ ആക്രമിക്കുന്നു, ഈ റഷ്യയെ ഭീഷണിപ്പെടുത്തുന്നു, എന്തിന് ഇന്ത്യയിൽ പോലും തീരുവ ചുമത്തുന്നു, അങ്ങനെ ഒരു ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചില തിട്ടൂരങ്ങൾ വരുന്നു. ഇത് എന്തുകൊണ്ടാണ്? ഇതാണോ ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഒരു പരിഗണിക്കുന്നില്ല, സ്വന്തം രാജ്യത്ത് ആ വലിയ തകർച്ചയാണ് ഉണ്ടാകുന്നത്? അതെ, അവിടെ ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള നമ്മൾ അദ്ദേഹം ഏറ്റവും മോശം പ്രസിഡന്റാണ് എന്ന് തന്നെ പറയും. പക്ഷേ ഈ നമ്മളെക്കാൾ നന്നായി അഭിപ്രായം പറയാനും വിലയിരുത്താനും കഴിയുന്നത് ആർക്കാ? അമേരിക്കക്കാർക്ക് തന്നെ. നമ്മൾ ഒരു ചൊല്ല് പറയുമല്ലോ, ഞാൻ ഈ എന്ത് പറഞ്ഞാലും ഒരു ചൊല്ല് പറയുന്നത് അത് അർത്ഥവത്താകുമെന്നുള്ളത് കൊണ്ടാണ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാം. അമേരിക്കക്കാരുടെ കൂടെയാണ് ട്രംപ് കിടക്കുന്നത്. നമ്മളിവിടെ എത്രയോ ഇവിടെ വന്ന് അങ്ങേര് ഒരു ദിവസം അങ്ങനെ കിടക്കും. നമ്മുടെ കൂടെ സ്ഥിരം കിടക്കുന്നില്ല. സ്ഥിരം കിടക്കുന്ന അമേരിക്കക്കാർക്കറിയാം ഏറ്റവും നല്ല പ്രസിഡന്റ് ആരായിരുന്നു, ഏറ്റവും മോശം. ഒരു സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് നമ്മൾക്ക് ഉപമിക്കാമെങ്കിൽ ഈ ഉദയനാണ് താരത്തിലെ സരോജ് കുമാർ എന്താണോ, ആ സരോജ് കുമാർ എന്ന കഥാപാത്രം ഇദ്ദേഹത്തെ കണ്ട് ഇങ്ങോട്ടെടുത്തതാണോ, അദ്ദേഹത്തിന് പഠിക്കുകയാണോ എന്ന് വേണേലും നമുക്ക് ഉപമിക്കാം, ഇല്ലേ? എൻ്റെ ഫ്ലക്സ്, എൻ്റെ തല, എൻ്റെ മാത്രം തല, ബാക്കി ആരും അടുക്കണ്ട, ഞാൻ മാത്രം എന്നുള്ള എന്ത് നടന്നാലും ഞാൻ പ്രഖ്യാപിക്കും. 8 യുദ്ധങ്ങൾ രാജ്യങ്ങളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഇദ്ദേഹമാണ്. അത് പറയില്ല. എന്നിട്ട് ആ യുദ്ധങ്ങൾ പറഞ്ഞ് ഒത്തീർപ്പാക്കി, പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കിയത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ രാജ്യക്കാരോട് പറയുകയാണ്, നിങ്ങൾ ആ നോബൽ സമ്മാനത്തിന് എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. സരോജ് കുമാർ ഇതിനേക്കാൾ എത്രയോ ഭേദമാണ്. ഇതൊക്കെ അമേരിക്കക്കാരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മറ്റൊന്ന്, ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതാണ് നമ്മളെ ഏറ്റവും ഞെട്ടിച്ചത്. അവിടെയൊക്കെ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവിടെ പിന്നെ നമ്മൾ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല.
ട്രംപ് അതിനി ആ ആൾ ഇന്ത്യയോട് വേറെ ഏതൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ സമീപനം എടുത്താലും ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇറക്കുമതി സാധനത്തിനും ഒരു തീരുവയും വേണ്ട, വേണമെങ്കിൽ ഇങ്ങോട്ട് രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും അവരൊറ്റ വിഷയത്തിൽ നമ്മളുടെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. അതായത് അമേരിക്ക നമ്മളോട് പറഞ്ഞു പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്താൻ, നമ്മൾ നിർത്തി. ഇതിൽ പല ഒരാക്ഷേപമുണ്ടോ? അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ അഭിമാനം അതേപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അല്പം പോലും വില കൽപ്പിക്കുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, അത് തിരഞ്ഞെടുക്കപ്പെട്ടാലും രാജഭരണമായാലും എന്തായാലും അവിടുത്തെ ഭരണാധികാരിയെ നമ്മൾ പിന്നെ എങ്ങനെ വന്നാലും അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യം. വെനിസ്വേലയിലെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് ഇന്ത്യയോട് പറയുകയാണ് വെനിസ്വേലയുടെ എണ്ണ വാങ്ങണം, റഷ്യയുടെ എണ്ണ വാങ്ങരുത്. നമ്മളിപ്പം നമ്മളുടെ ഇവിടുത്തെ ഒരു നിസ്സാരമായ പാളയം മാർക്കറ്റിൽ ചെന്നാൽ പോലും ഇന്ന കടയിൽ നിന്ന് വാങ്ങരുത്, ഇന്ന കടയിൽ നിന്ന് വാങ്ങണമെന്ന് ഒരാൾ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും, സൗകര്യമുള്ളിടത്ത് നിന്ന് വാങ്ങുമെന്ന് പറയും. അതേപോലെ ആ കടയിൽ ചെന്നാൽ എനിക്കൊരു സാധനം തരില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ആ കട അവിടെ കാണത്തില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്. ചിലരോട് വ്യക്തിപരമായ ഒരു വിരോധം ഉണ്ടെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങാൻ ചെന്നാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർത്താൻ നമുക്കറിയാം. അപ്പം രാജ്യങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾക്ക്. അപ്പം അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടത്തുന്നത്. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെല്ലാം ബൂമാറാങ് പോലെ അദ്ദേഹത്തിനെതിരെ തിരിച്ചടി വരും. 12% പേരാണ് അദ്ദേഹത്തെ നല്ല പ്രസിഡന്റ് എന്ന് ഈ അഭിപ്രായ സർവേയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതിപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭരണം എങ്ങനെയാണെന്ന് ചോദിച്ചാലും 10-15% പേര് ഇതേപോലെ ഇന്ന് വരെ കേരളം കാണാത്ത ആണ്. അത് അവരെയൊക്കെയാണ് നമ്മൾ ഈ അന്തം എന്ന് ചില വാക്കുകൾ ചിലർക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത്. അന്തം, ഈ അന്തം കഴിഞ്ഞ് അതിന് ഇപ്പുറത്ത് ഏത് വാക്കിട്ടാലും അന്തം അന്തമാണ്, ഏത് പാർട്ടിയിലായാലും. അങ്ങനെ അന്തം ട്രംപുകളും അവിടെയും ഉണ്ട്. അമേരിക്കയും അക്കാര്യത്തിൽ നമ്മളെക്കാൾ പിന്നിലാണെന്നേ ഉള്ളൂ. ട്രംപ് വന്നപ്പോൾ ആ രാജ്യം വലിയ പ്രതീക്ഷയിലായിരുന്നല്ലോ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാമ്പത്തികമായി പിന്നോട്ട അവസ്ഥയിലായിരുന്നു അവർ. അതുകൊണ്ടാണ് ട്രംപിനെ അവർ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നത്. ആ പ്രതീക്ഷ ഇപ്പോൾ തെറ്റുകയാണ്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ആദ്യ ഭരണത്തെക്കുറിച്ച് വലിയ മതിപ്പൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പിന്നീട് വന്ന ബരാക് ഒബാമ, അദ്ദേഹത്തെ ഈ ചിലരെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ? ഗുണവും ഇല്ല, ദോഷവും ഇല്ല, ഒന്നുമില്ല. 4 വർഷം അദ്ദേഹം ഭരിച്ചു പോയി. അദ്ദേഹത്തെ കൊണ്ട് ആർക്കും വലിയ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും വന്നിട്ട് ഒരു പക്ഷേ മറ്റേ ദേഹത്തെ കുറച്ചുകൂടി മോശക്കാരനാക്കാൻ വേണ്ടിയാണോ ഇദ്ദേഹം ഈ പണികളെല്ലാം കാണിക്കുന്നതെന്നും കൂടി നമ്മൾക്ക് അങ്ങനെയുണ്ട് ചിലർ. ഞാൻ കേമനാണ് എന്ന് കാണിക്കണമെങ്കിൽ ഇതിനു മുമ്പിരുന്നവർ ചെയ്തതിനെല്ലാം വിരുദ്ധമായി ചെയ്തു കഴിയുമ്പം, പക്ഷേ അത് നല്ല കാര്യങ്ങളാണെങ്കിലല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം പലതവണ ആവർത്തിക്കുന്ന അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അത് നേരത്തെ പറഞ്ഞ ദേശീയത. അങ്ങനെ ഒരു അമേരിക്കയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ അമേരിക്കക്കാർ തന്നെ ഇക്കാര്യത്തിൽ വിവരമുള്ളവരായതുകൊണ്ട് ഇയാളങ്ങനെ അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യണ്ട, മര്യാദയ്ക്കുള്ളത് ചെയ്താൽ മതി. ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളുടെ ഇപ്പം ദൃശ്യം സിനിമയിൽ മോഹൻലാൽ ആ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അച്ഛൻ, ഇതുപോലൊരു ഭർത്താവ്. പക്ഷെ കണ്ടോണ്ടിരിക്കുന്ന നമ്മൾക്കോ? അപ്പോൾ ഒരാളിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽ പോലും കാര്യങ്ങൾ സത്യസന്ധമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനം അതിനെയും അംഗീകരിക്കുകയില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നല്ലതായിരിക്കണം. പക്ഷെ ആ ലക്ഷ്യത്തേക്കാൾ നന്നായിരിക്കേണ്ടത് അതിനെ നോക്കുന്ന മാർഗമായിരിക്കണം. ഇവിടെ ട്രംപ് എടുക്കുന്ന മാർഗം എല്ലാം അക്രമത്തിൻ്റെ മാർഗമാണ്, ഭീഷണിയുടെ മാർഗമാണ്, ഒക്കെയാണ്. അപ്പോൾ ഇനി അമേരിക്കയുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ആ താല്പര്യവും കൂടി ഇദ്ദേഹം നോക്കുകയാണ്. അങ്ങനെ ഒരു ലോക പോലീസ് ആകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നിർഭാഗ്യവശാൽ പലതും വിജയിക്കുന്നില്ല. ഇറാനോട് പോയി എത്രയോ നാൾ കൊണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയുന്നു? ഇറാൻ ഒരു കൊച്ചു രാജ്യമാണ്. അമേരിക്ക അവിടെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് വിയറ്റ്നാമുമായിട്ട് അമേരിക്ക പോയി യുദ്ധം തുടങ്ങി വെച്ചു.
അവസാനം ഇതേപോലെ ഒത്തുതീർപ്പിന് ആരും വരാഞ്ഞതുകൊണ്ട് 10 വർഷം യുദ്ധം ചെയ്യേണ്ടി വന്നു. അവസാനം ആ യുദ്ധം ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ അമേരിക്ക ജയിച്ചു എന്ന് പറയാനൊക്കില്ല. ആ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം മതി. ആ വിയറ്റ്നാം ഇപ്പോഴും വിയറ്റ്നാമായിട്ട് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ട്രംപിന് ഉപദേശകരുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം ട്രംപിനെ ഉപദേശിച്ചാലും നന്നാവുന്ന ആളല്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല ബുദ്ധി തോന്നിയാൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും അത് ഗുണകരമായിരിക്കും. അമേരിക്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്താ? വ്യാപാരമാണ്. അത് ആയുധമായാലും മറ്റെന്തായാലും അത് ചെയ്യും. അതുകൊണ്ട് കൂടുതൽ നാൾ അദ്ദേഹത്തിന് ഇങ്ങനെ പോകാനും കഴിയില്ല. ഓരോ ദിവസം കഴിയും തോറും ഈ സർവേ പ്രകാരം 53 എന്നുള്ളത് അത് കൂടി അവസാനം അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും അദ്ദേഹത്തിനെതിരെ തിരിയും എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.